ഇത്തരം കക്ഷികൾക്ക് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹം ഇല്ല. ഔഫിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി, എന്നും രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ഔഫിന്റെ മരണത്തെയും ആ ഒരു ചുവയിൽ ഏറ്റെടുക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ നാട്ടിൽ പ്രചരിക്കുമ്പോൾ അതവരുടെ പാർട്ടിയുടെ ആളാണ്, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് എന്ന് പലപ്പോഴും ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്ക് സമീപം ഈ സംഭവങ്ങൾക്ക് മുഴുവനും ദൃക്സാക്ഷിയായിരുന്നു. തീർച്ചയായും പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ സമയത്ത് പാർട്ടി ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അതിശക്തമായി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്ന് കാണുമ്പോൾ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് അത്തരം ഘട്ടങ്ങളിൽ അതിന് കുടുംബത്തിന് സംരക്ഷണം കൊടുക്കുക എന്നത്. ആ നിലക്ക് പാർട്ടിയുടെ ആളുകൾ മുഴുവനും മെഡിക്കൽ കോളേജിൽ സന്നിഹിതരായിരുന്നു. ജനാസ പുറത്തെടുത്തപ്പോൾ അവരുടേതായ രീതിയിൽ അവർ മുദ്രാവാക്യം മുഴക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ മയ്യത്ത് ഏറ്റുവാങ്ങുകയും സാന്ത്വനത്തിന്റെ കീഴിൽ അൽ-മഖറു സുന്നിയായുടെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് ഞങ്ങൾ അവിടുത്തെ സുന്നി സെന്ററിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ജനാസ കുളിപ്പിക്കുകയും തയമ്മും ചെയ്യുകയും കഫൻ ചെയ്യുകയും പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയും ചെയ്തതിന് ശേഷം ആ പാർട്ടിയുടെ ആളുകൾ മയ്യത്തിനെ വഹിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് വരെ പോയ രംഗമുണ്ടായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് വച്ച് കുടുംബക്കാരും നാട്ടുകാരും സ്നേഹജനങ്ങളും ഒത്തു മയ്യത്ത് ഏറ്റുവാങ്ങുകയും സാധാരണ പോലെ വീട്ടിൽ കൊണ്ടുപോയി കുടുംബക്കാർക്ക് മാത്രം കാണിച്ചു കൊടുത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിച്ച് യാസീൻ ഓതി, ഖുർആൻ ഓതി, തഹ്ലീൽ ചൊല്ലി, തസ്ബീഹ് ചൊല്ലി പൂർണ്ണമായ ഇസ്ലാമിക രീതിയിൽ ഖബറടക്കുകയും ചെയ്തു എന്നത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. നമുക്ക് ചെയ്യാനുള്ളത് ആ ചെറുപ്പക്കാരൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം വളരെ ക്രൂരമായ കൃത്യങ്ങൾക്ക് മുതിരുന്ന ആളുകളെ, അവരേതു പാർട്ടിക്കാരായിരുന്നാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ഭാവി തലമുറക്ക് അതൊരു മാതൃകയായി ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അത്തരത്തിലുള്ള ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സമസ്ത കേരള സുന്നി യുവജന സംഘം, അതിൻ്റെ പ്രവർത്തകർ, സാധാരണക്കാരായ പ്രവർത്തകർ പല പാർട്ടിയിലും പ്രവർത്തിക്കുന്നവരുണ്ട്. അത് അവർക്ക് മൂന്നാം സ്ഥാനമാണ്. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിലകൊള്ളുന്നതോടൊപ്പം തന്നെ പ്രാദേശികമായ ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആരുമില്ല എന്ന് പറയാൻ പറ്റുകയില്ല. സംഘടനയുടെ ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്ന ഭാരവാഹികളായ ആളുകളൊന്നും തന്നെ ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതല്ല. എങ്കിലും ഒരു യൂണിറ്റിന്റെ പ്രവർത്തകന് പാർട്ടികളിൽ പ്രവർത്തിക്കാൻ അധികാരമില്ല എന്നൊരു നിലപാട് സുന്നി യുവജന സംഘത്തിന്റെ നിലവിലുള്ള അവസ്ഥയിൽ ഇല്ല എന്നത് ഒരു സത്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കുകൊള്ളേണ്ടി വരും. അത്തരം ഘട്ടങ്ങളിൽ വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലത ഉണ്ടാവുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മെമ്പർമാർക്ക് ഉണ്ടാകേണ്ട സംസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റിസൾട്ട് പുറത്തു വരുമ്പോൾ മദ്യം വാങ്ങിക്കൊടുത്ത് തലയ്ക്ക് വട്ടക്കെട്ടുകെട്ടിച്ച് നൃത്തം ചെയ്യിക്കുന്ന രീതിയിൽ മദ്യപിച്ചുകൊണ്ട് നൃത്തം ചെയ്യിക്കുന്നത്, അങ്ങനെയുള്ള ജാഥകൾ നടത്തുന്നത്, റോഡുകൾ ബ്ലോക്കാക്കുന്നത് പതിവാക്കുന്ന രീതിയിലേക്ക് വരും തലമുറയെ കൂടി വളർത്തിക്കൊണ്ടുപോയാൽ ഈ രാജ്യത്തിന്റെ ഭാവി എന്താകും എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്.